നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം. ഈ നാടകത്തിൽ ഞങ്ങൾ ആരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല. പ്രിയമുള്ള കലാപ്രേമികളെ, കരയേറ്റ മാത അംഗങ്ങൾ അവതരിപ്പിക്കുന്ന സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന നാടകം തിരിച്ചറിവ്. നാടകരചനയും സംവിധാനവും മിൽസ മൈക്കിൾ. ഗാനരചനയും സംഗീതവും ജോസ് വി കെ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാണിക്കുഞ്ഞ് ജോസ് വി കെ, മത്തായി വിജു കൊള്ളുന്നു, അന്നമ്മ രജി വിജു, മിനി നെമി പിയൂസ്, അമ്മായിമ്മ ഓമന ജേക്കബ്, മാലാക ക്രിസ്റ്റീന സിൻഡോ, പിശാച് ഔസ് ബി ഡി. രംഗസജ്ജീകരണം റീത്ത ദേവസി ആൻഡ് ജിനി തോമസ്. ശബ്ദവും വെളിച്ചവും ജിബി സൗണ്ട് അടക്കളത്തു. ശബ്ദ നിയന്ത്രണം ബെൽവിൻ മൈക്കിൾ. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. കാണികളായ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ നാടകത്തിന്റെ വിജയം. അടുത്തൊരു ബില്ലോട് കൂടി നാടകം ആരംഭിക്കുന്നു. തിരിച്ചറിവ്. ഉണരട്ടെ ഉണരട്ടെ നമ്മിൽ സ്നേഹം ഉണരട്ടെ 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 നമ്മിൽ സ്നേഹം ഉണരട്ടെ തകരട്ടെ തകരട്ടെ ചാട സ്നേഹം തകരട്ടെ 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 ചാട സ്നേഹം തകരട്ടെ വളരട്ടെ വളരട്ടെ കുടുംബത്തിൽ സ്നേഹം വളരട്ടെ കുടുംബത്തിൽ സ്നേഹം വളരട്ടെ ദൈവം എനിക്ക് എല്ലാം തന്നു. ധാരാളം സ്വത്തും പണവും മറ്റെല്ലാ സൗഭാഗ്യങ്ങളും. ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ഇന്ന് എല്ലാം നേടി. പക്ഷേ ഈ സന്തോഷം കാണാൻ ഇന്ന് എൻ്റെ അപ്പനും അമ്മയും ഇല്ലാതെ പോയല്ലോ. അവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. മാണി, എന്താണ് നീ വിഷമിച്ചിരിക്കുന്നത്? എന്താണ് പ്രശ്നം? എല്ലാറ്റിനും ഒരു പരിഹാരമില്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കാവൽമാലാകയല്ലേ. എന്തായാലും നീ എന്നോട് പറയൂ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ ഒപ്പം നിൽക്കാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇപ്പോൾ ഒട്ടും സമയമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം. എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുമായിരുന്നില്ല. നീ വിഷമിക്കാതിരിക്കൂ മാണി, എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്.
ഞാനാണ്ടാ പിശാച്. മാണിയെ, നീ എന്തിനാ ടെൻഷൻ അടിച്ച് നിൽക്കണേ? നിന്റെ ടെൻഷൻ മാറ്റാൻ ഈ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മദ്യമുണ്ട്, മയക്കമരുന്നുണ്ട്, പുകവലിക്കുണ്ട്, പിന്നെ മൊബൈൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെ പോരെ നിനക്ക് വിഷമം മാറ്റാൻ? അല്ല, നീ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഏയ്, ഞാനിതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്നത്. മാണിയെ, നിന്റെ ഭാര്യയും അമ്മായിമ്മയും ഭാര്യ പോയിട്ട് മദ്യമൊക്കെ കഴിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നൊന്ന് നോക്ക്. നീ ഒന്ന് കണ്ടു നോക്ക്. മോളെ മിനി, നീ ഇങ്ങനെ ആയാ പോരാ. അതെന്താ അമ്മേ? നിന്റെ ഭർത്താവില്ലേ ആ മാണി, അവനെ നീ വരച്ച വരയിൽ നിർത്തണം. അത് പിന്നെ അമ്മേ, ഞാൻ വരയ്ക്കാറുണ്ട്, പക്ഷെ അങ്ങനെ അതിൽ നിൽക്കാറില്ല അമ്മേ. അങ്ങനെ പറഞ്ഞാ പോരാ. അവന്റെ പണപ്പെട്ടിയുടെ താക്കോൽ നിന്റെ കയ്യിലായിരിക്കണം. അതാണ് നിന്റെ മിടുക്ക്. അമ്മേ, പെട്ടിയൊക്കെ പണ്ടല്ലേ, ഇപ്പൊ ഡിജിറ്റൽ ലോക്കാ. അതാ ഞാൻ പറയണത്. അവന്റെ അപ്പന്റെയും അമ്മയുടെയും പേര് പറഞ്ഞ് കുറെ പേര് സഹായം ചോദിച്ച് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനാണെങ്കിൽ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അത് നീ നിർത്തിക്കണം. അതുണ്ടമ്മേ, അങ്ങേരോട് പറയുമ്പോഴേ നിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്ത്രീധനല്ല, എന്റെ അപ്പന്റെ അമ്മയുടെ മുതലാന്നാ പറച്ചില്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അല്ലെങ്കിലും നീ എന്റെ റേഞ്ചിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ സങ്കടങ്ങൾ എന്തു തന്നെയായാലും എന്നോട് പറ, നമുക്ക് പരിഹരിക്കാം. എനിക്ക് എന്റെ മാതാപിതാക്കളുടെ കൂടെ 2 ദിവസം താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് സാധിച്ചു തരൂ? തീർച്ചയായും സാധിച്ചു തരാം മാണി. 2 ദിവസം അവരെ നിന്റെ കൂടെ താമസിപ്പിക്കാം. അത് കഴിഞ്ഞ് അവരെ തിരിച്ചയക്കണം. തീർച്ചയായും. മാണിക്കുഞ്ഞ്, എടി അന്നമ്മോ, ഒന്ന് വേഗം നടന്നേടി. മനുഷ്യ അതാ നടക്കുന്നു. എന്നതാടി അന്നാമേ, നിന്റെ മുഖത്തൊരു വെട്ടം? അതെന്റെ മോനെ കാണാൻ പോകല്ലേ. ഇത് എവിടെ? ഒന്നും സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ലോടി. മാണിക്കുഞ്ഞേ. അപ്പ അമ്മേ വാ, ഇത് നമ്മുടെ പുതിയ വീടാ. മാണേട്ടാ, ഇവരാരാ? ഇതെന്റെ അപ്പനമ്മയാ. അപ്പനമ്മയ്ക്കും ഇവിടെ മനസ്സിലായ? നിങ്ങളുടെ മരുമകളാ, അതായത് മാണിക്കുഞ്ഞിന്റെ ഭാര്യ മിനി. മോളെ, ഇവരോ? ഈ വേഷത്തിലോ? എന്റെ അമ്മ എവിടെ കിടക്കുന്നു, ഇവരവിടെ കിടക്കുന്നു. അമ്മേ, ഒന്നിങ്ങ് വന്നേ, ഒരു കാഴ്ച കാണാനുണ്ട്. ഇതാരാ മോളെ? മാണിക്കുഞ്ഞിന്റെ അപ്പനും അമ്മയും. ഇവരുടെ ഒരു കുറവുണ്ടായിരുന്നു ഇവിടെ ഈ വീട്ടില്. ഇവിടെ ഞാനും ഇവരും ചേരില്ലാതാ തോന്നണേ. എന്താ ഒരു വേഷം. അതെ അതെ. നീ ആദ്യം ഇവർക്ക് ഒരു ഡ്രസ് എടുത്തു കൊടുക്ക്, എന്നിട്ടാവാം. ഞാൻ ഇവർക്കുള്ള ഡ്രസ് എടുത്തിട്ട് വരാം അമ്മേ. അല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഒന്നുമില്ലേലും മനസ്സമാധാനമുണ്ട്.
ആ ഇത് നിങ്ങൾക്കുള്ള ഡ്രസ്സാ. ഇതൊക്കെ ഇവിടുത്തെ പതിവ്. ഇതൊന്നും അപ്പനമ്മയ്ക്ക് ചേരില്ല. അതിങ്ങോട്ട് തന്നേ. മോനെ മാണിക്കുഞ്ഞ്, നിന്നെ കണ്ടിട്ട് അമ്മയ്ക്ക് മതിയായില്ലടാ. അപ്പോഴേക്കും അമ്മ എന്നാ അന്നമ്മേ നീ വെറുതെ അവനെ വിഷമിപ്പിക്കല്ലേ നീ. സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. അപ്പനമ്മയും ഭക്ഷണം കഴിക്കാൻ വാ. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലായി. മോനെ, കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ ഇല്ലടാ. അതൊക്കെ പണ്ട്. ഇപ്പൊ ബിരിയാണി, ഫ്രൈഡ് റൈസും സാൻഡ്വിച്ചൊക്കെ എവിടെയുള്ളൂ. അതൊക്കെ അവർ കഴിച്ചോളൂ എന്റെ അമ്മേ. കഴിച്ചാൽ അവർക്ക് കൊള്ളാം, അല്ലെങ്കിൽ പട്ടിണി കിടക്കാം. എടി അന്നമ്മേ, ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോടി. എനിക്ക് കുറച്ച് ചൂടുവെള്ളം കിട്ടുമോ? മോളോടൊന്ന് ചോദിച്ചാലോ? വേണോ? അവരൊക്കെ ഉറങ്ങിക്കാണും. അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഇല്ലടി, നീ ഒന്ന് ചോദിച്ചു നോക്ക്. മോളെ മിനി, മിനി. ഈ രാത്രിയിൽ എന്താ നിങ്ങക്ക് വേണ്ടത്? അപ്പന് കുറച്ച് ചൂടുവെള്ളം കിട്ടോ? ഓ, അന്നമ്മേ, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക. എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? നമ്മുടെ മോനെ ഇവിടെ വലിയ സന്തോഷമൊന്നും ഇല്ലെന്ന് തോന്നണേ. ഏയ്, അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. ഇതാ വെള്ളം. അല്ല, നിനക്ക് തണുക്കണമൊന്നുമില്ല അന്നമ്മേ? എനിക്കാണെങ്കിൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു പുറപ്പും കൂടി മോളോടൊന്ന് ചോദിച്ചു നോക്കിയേ. തണുപ്പൊക്കെ ഉണ്ട്. നമ്മളൊരു ശല്യമാവും അവൾക്ക്. ഞാൻ ചോദിക്കണോ? നീ ഒന്ന് ചോദിച്ചു നോക്ക്. മോളെ മിനി. കൊറേ നേരമായല്ലോ ഈ വിളി. മനുഷ്യന്മാർക്കൊന്ന് ഉറങ്ങണ്ടേ? വിളിയോട് വിളി. ഇനി എന്താ വേണ്ടത് നിങ്ങക്ക്? മോളെ, അപ്പന് തണുത്തിട്ട് വയ്യ. ഒരു പുതപ്പ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ഇനി ഇത് തന്നു കഴിഞ്ഞാൽ അടുത്തത് വേറെ ചോദിക്കോ നിങ്ങള്? എടി, നീ എന്തിനാ അവരെ ശല്യം ചെയ്യുന്നേ? ഓ, ഇപ്പൊ ഞാൻ നിങ്ങക്ക് ശല്യക്കാരിയായി അല്ലേ? ഇവര് വന്നപ്പോ എന്താ നിങ്ങക്ക് കെയറിങ്? എന്നോടൊപ്പം ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാനോ, എന്തിന് ഒന്ന് കഴിച്ചോന്ന് പോലും നിങ്ങൾ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? ഇവര് വന്നപ്പോ ഞാൻ പുറത്ത്. ഒരു സിനിമയ്ക്ക് പോലും നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ? എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സും ടൂറും അല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എടി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ആവർത്തിക്കുകയാണ്. അന്ന് എൻ്റെ അപ്പൻ്റെയും മമ്മയുടെയും വിവാഹ വാർഷികമായിരുന്നു. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു അപകടമുണ്ടായി. ആ അപകടത്തിൽ എൻ്റെ അപ്പനും അമ്മയും മരണപ്പെട്ടു പോയി. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അന്ന് എനിക്ക് 18 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും കിട്ടേണ്ട ആ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെടലിന്റെ വേദന നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല മിനി. എന്തു പറഞ്ഞാലും ഉണ്ടല്ലോ ഈ പഴങ്കഥ.
എന്താ മോനെ ഇവിടെ നിങ്ങൾ വഴക്ക് കൂടുകയാണോ? നിങ്ങൾ എങ്ങനെ ജീവിച്ചാ മതിയോ? പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടെ കഴിയണ്ടേ? അന്നല്ലേ ജീവിതം മുന്നോട്ട് പോകും. അപ്പാ, എന്റെ ജീവിതം ഇങ്ങനെയായി. മോനെ മാണി, ജീവിതം കുറച്ചേ ഉള്ളൂ മോനെ. അത് നന്നായി ജീവിക്കാൻ നോക്ക്. ഇവിടെ ചെയ്ത പല നല്ല കാര്യങ്ങളുടെയും ഫലമാണ് അങ്ങ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്കൊരു ഭാരമായിട്ട് അപ്പനമ്മ ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങള് തിരിച്ചു പോവാണ്. അപ്പാ, ദൈവമേ, 2 ദിവസം പോയിട്ട് 1 ദിവസമാകുമ്പോഴേക്കും പ്രശ്നങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ. അന്നമ്മേ, അന്നമ്മോ, വാ നമുക്ക് ഇറങ്ങാം. മോനെ, എന്നാ അപ്പനും അമ്മയും ഇറങ്ങട്ടെ. നിനക്ക് നല്ലത്. ഇത് സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ? എന്തായാലും എൻ്റെ അപ്പനമ്മയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പനമ്മയ്ക്കും എന്നോട് എന്ത് സ്നേഹമായിരുന്നു. അത് അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതെയായിപ്പോയി. നമ്മെ സ്നേഹിക്കുന്നവർ മരിച്ചാലും നമ്മോടൊപ്പം ഉണ്ടാകും. അവർ എന്നും നമ്മുടെ കൂടെയുണ്ട്. ഓർമ്മയിലേക്കില്ലേ, ജീവിച്ചിരിക്കുമ്പോഴാണ് അവരെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും കഴിയും. മാതാപിതാക്കൾ ദൈവത്തിന് തുല്യം. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരിച്ചറിവ് എന്ന ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. കുടുംബത്തിൽ